the name above all other names, the name before which every creation bow down. The name is Jesus Christ. കാൽവരി മലയിൽ നിന്നുയരും യേശുവിൻ രക്ഷാവചനമിതാ, ആദിയും അന്തവുമായൊരു വചനം, രക്ഷാവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു എന്നതിനെ പറ്റിയാണ്. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനം, അഭിഷേകമുള്ള വചനം, പരിശുദ്ധനായ ദൈവത്തിൻ്റെ അധരങ്ങൾ മൊഴിഞ്ഞ തിരുവചനം, പൗലോസ് അപ്പോസ്തലന്റെ കരങ്ങളെ എടുത്തുകൊണ്ട് നമുക്കായിട്ട് എഴുതി വച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്റ്റ് അവർ പാസ്ഓവർ ലാംബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം മൂലം തകർന്നുപോയ മനുഷ്യവർഗത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയാത്തതിൻ്റെ ചരിത്രമാണ് ബൈബിൾ നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വെളിപ്പെടുത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വിവരണങ്ങളാണ്. ഒന്നുകിൽ അത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. അതായത് ഒന്നുകിൽ അത് പ്രതീകങ്ങളിലൂടെ, അല്ലെങ്കിൽ വ്യക്തമായ വചനത്തിലൂടെ തന്നെ. ഇതാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അവനെ കൊണ്ടുപോയി പറുദീസയിലാക്കി 2 വൃക്ഷങ്ങളുടെ നടുവിൽ അവനെ നിർത്തുന്നു. 1 നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, 2 ജീവന്റെ വൃക്ഷം. ഏതാണ് ഈ ജീവന്റെ വൃക്ഷം എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിന് മറ്റൊരു മറുപടിയില്ല. ജീവൻ നൽകാൻ വന്നവൻ അവൻ മാത്രമാണ്. ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് മോർ അബൻഡന്റ്ലി. ജോൺ 10:10. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആണ്. ജീവന്റെ വൃക്ഷമായി അവിടെ നിന്നവൻ യേശു ക്രിസ്തുവാണ്. ആ യേശുവിനെ നമ്മുടെ മുമ്പിൽ ദൈവം ആദ്യം മുതൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യവർഗം യേശുവിനെ തിരസ്കരിക്കുന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ അന്ന് അവിടെ കാണുവാൻ കഴിയുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ പാപം ചെയ്തു, യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ മനുഷ്യൻ പറുദീസയ്ക്ക് പുറത്തായി. ദൈവത്തിൻ്റെ ജീവന് അവന് അവകാശമില്ലാതായി, അല്ലെങ്കിൽ അവൻ നഷ്ടമാക്കി കളഞ്ഞു. പാപം മൂലം മരിച്ചുപോയ മനുഷ്യനെ ദൈവം തള്ളിക്കളയുന്നതിന് പകരം അവൻ്റെ മുൻപിൽ വെച്ച് ദൈവം ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. പാപം ചെയ്ത മനുഷ്യന് മനസ്സിലായി തങ്ങളുടെ ഗ്ലോറി, തങ്ങളുടെ മഹത്വം, തങ്ങളുടെ പ്രകാശം, തേജസ്, പരിശുദ്ധി സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നലെ വരെ തങ്ങളെ കാണുമ്പോൾ കുമ്പിട്ടിരുന്ന ആന ഇന്ന് ചിഹ്നം വിളിച്ച് അലറി വിളിക്കുന്നു. ഇന്നലെ മുതൽ തങ്ങളെ കാണുമ്പോൾ ഇതാ നേരത്തെ പൂച്ചയെപ്പോലെ പോയിക്കൊണ്ടിരുന്ന സിംഹം ഇന്നിതാ അലറി വിളിക്കുന്നു. പാമ്പ് ചീറിക്കൊണ്ടുവരുന്നു. ഇതാ എല്ലാ ഭാഗത്തുനിന്നും അപശബ്ദങ്ങൾ കേൾക്കുകയാണ്. മനുഷ്യന് മനസ്സിലായി പ്രകൃതിയുടെ മേൽ തങ്ങൾക്കുണ്ടായിരുന്ന ആധിപത്യം, അധികാരം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ അവർ നഗ്നത മറയ്ക്കാൻ വേണ്ടി മനുഷ്യ സഹജമായ ഒരു കാര്യം ചെയ്തു. അത്തി ഇലകൾ കൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി. ഭാര്യയും ഭർത്താവും, ആദവും ഹവ്വയും 2 പേരും അത്തി ഇലകൾ കൊണ്ടുള്ള ഉടുപ്പ് അണിഞ്ഞ് തങ്ങളുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഇലകൾ ചൂടേറ്റ് കഴിയുമ്പോൾ വാടിപ്പോകും. അന്ന് വൈകുന്നേരം വെയിലാറിയ സമയത്ത് ദൈവം തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ പ്രഭാതത്തിൽ ഉടുപ്പായി അണിഞ്ഞിരുന്ന അത്തി ഇലകളെല്ലാം തന്നെ വെയിലിൻ്റെ ആ വലിയ ചൂടേറ്റ് വാടിപ്പോയി കഴിഞ്ഞിരുന്നു. അവരുടെ നഗ്നത ഉണങ്ങിപ്പോയ ഇലകളുടെ ഇടയിലൂടെ പുറത്തു വന്നു. അവർക്ക് അവരുടെ നഗ്നതയെ മറച്ചു വയ്ക്കാനായിട്ട് സാധിച്ചില്ല. ഇന്ന് ഒരുപാട് ടെക്നിക്കുകളിലൂടെ മനുഷ്യൻ വിശുദ്ധി അഭിനയിക്കാറുണ്ട്, അല്ലെങ്കിൽ മാന്യനാകാനൊക്കെ ശ്രമിക്കാറുണ്ട്. എങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എത്രമാത്രം കോഴ്സുകൾ കൂടി വരുന്ന വ്യക്തികളും ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എത്രമാത്രം ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ കുറവുകൾ ചില സമയത്തെങ്കിലും പുറത്തു വന്ന് അവരുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ
വെളിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ എത്രമാത്രം ശ്രമിച്ചാലും അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന പാപത്തെ എന്നേക്കും മറച്ചു പിടിക്കാൻ സാധ്യമല്ല. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ, ചില പ്രഷർ സിറ്റുവേഷൻസിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ പാപം പുറത്തു വരിക തന്നെ ചെയ്യും. ദൈവം അവരെ വഴക്കൊന്നും പറയുന്നില്ല. പകരം ദൈവം സ്നേഹത്തോടെ ഒരു കാര്യം ചെയ്തു. ഓടി കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞാടിനെ എടുത്ത് അവരുടെ മുൻപിൽ വെച്ച് കൊന്ന് അതിൻ്റെ രക്തമൊഴുകുന്ന തോലുകൊണ്ട് ആദത്തെയും ഹവ്വയെയും ദൈവം അണിയിച്ചു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമെന്ന് പറഞ്ഞു കൊടുത്തത് ഇതാണ്: നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മുഴുവൻ തിരികെ തരാൻ ഒരു കുഞ്ഞാടിൻ്റെ ആവശ്യമുണ്ട്. രക്തം ചിന്താതെ പാപമോചനമില്ല. പാപമില്ലാത്ത രക്തം ചിന്തപ്പെടേണ്ടതായിട്ടുണ്ട്. കറയോ കളങ്കമോ ഇല്ലാത്ത ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തനും നിർമ്മലനുമായ സൗമ്യനായ ഒരാളുടെ രക്തം ചിന്തപ്പെടാനുണ്ട്. മനുഷ്യവർഗം മുഴുവൻ പാപത്തിലായി പോയതിനാൽ ഇനി മനുഷ്യന്റെ രക്തം കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ച് രക്തം ചിന്തപ്പെടണം. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഞാൻ അയക്കുന്ന എൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ, മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായി കടന്നു വരികയും അവൻ്റെ രക്തം ചിന്തപ്പെടുകയും ചെയ്യും. ആ രക്തം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് രക്ഷ കിട്ടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മനോഹരമായ രംഗം നമ്മൾ കാണുന്നു. യേശു സ്നാനപ്പെട്ടതിന് ശേഷം നടന്നു പോകുമ്പോൾ ഇതാ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യരെ നോക്കി വിളിച്ചു പറയുന്നു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ നടന്നു പോകുന്നു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. ഇതാ മനുഷ്യവർഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ക്രൈസ്റ്റ് അവർ പാസ് ഓവർ ലാംബ്, യേശു ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാട് എന്ന സന്ദേശം ദൈവം മനുഷ്യവർഗത്തിന്റെ നേരെ വച്ച് നീട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലം മുന്നോട്ട് പോയി, മനുഷ്യവർഗം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ബൈബിളിൽ കാണുന്നു, അബ്രഹാത്തിന്റെ തലമുറ പിന്നീട് അങ്ങോട്ട് പോയി ഈജിപ്തിൽ അടിമകളാക്കപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾ, ചാട്ട കൊണ്ടുള്ള അടി, ഒരു അഡ്രസ് ഇല്ലാത്ത അവസ്ഥ, സകലതും നഷ്ടപ്പെട്ട് അടിമകളായി തീർന്ന് ഒന്നിനും കൊള്ളാത്ത ജീവിതം നയിക്കുന്നവർ 430 വർഷക്കാലം മുന്നോട്ട് പോയി. അവർ എത്രമാത്രം ആഗ്രഹിച്ചിട്ടും അവർക്ക് സ്വയമായിട്ട് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മുഴുവൻ ശക്തിയും പുറത്തെടുത്താലും അവർക്ക് തനിയെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത സമയത്ത് ജനം നിലവിളിക്കാൻ തുടങ്ങി, ദൈവമേ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പാപത്തിൻ്റെ അടിമത്തത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ശക്തിയും എടുത്താലും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 700 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ മുഴുവൻ ശക്തിയും ഒരുമിച്ചെടുത്താലും പാപത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നമ്മളെ കൊണ്ട് അസാധ്യമാണ്. ജനങ്ങൾ നിലവിളിച്ചു, ദൈവം നിലവിളി കേട്ടു. ഹോറേബിന്റെ മുൾപ്പടർപ്പിൽ കർത്താവ് ഇറങ്ങി വന്നു. മോശേ മോശേ, എൻ്റെ ജനത്തിന്റെ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അവരുടെ സങ്കടം ഞാൻ കണ്ടിരിക്കുന്നു. അവരുടെ അടിമത്തത്തിന്റെ ദയനീയമായ അവസ്ഥ ഞാൻ കേട്ടിരിക്കുന്നു. അവരൊന്ന് നിലവിളിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം മോശയെ അഭിഷേകം ചെയ്ത് വിടുകയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 10 മഹാമാരികളാണ് ദൈവം ഈജിപ്തിൽ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി അയക്കുന്നത്. ദൈവത്തിന് ഇത് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. ദൈവത്തിന് ആദ്യമേ തന്നെ അറിയാം, 9 എണ്ണം അയച്ചാലും ഫറവോ തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കത്തില്ലെന്ന് എല്ലാം അറിയാവുന്ന ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷെ ദൈവം നമ്മളെ, ചരിത്രത്തെ, മനുഷ്യവർഗത്തെ ഒരു കാര്യം കാണിച്ചു തരികയാണ്. മറ്റൊരു ടെക്നിക്ക് ഉപയോഗിച്ചാലും മറ്റെന്ത് രീതി ഉപയോഗിച്ചാലും പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദൈവം ഒരുപാട് അടയാളങ്ങൾ കാണിക്കുന്നു. തവളകൾ പെരുകുന്നു, വെട്ടുക്കിളികൾ വരുന്നു, വെള്ളം രക്തമായി മാറുന്നു, പേനുകൾ വരുന്നു, ആകപ്പാട് ബഹളം, എന്തെല്ലാം ചെയ്തിട്ട് കന്മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു, സകലമായ പ്രശ്നം. അവിടെ കുറ്റാക്കൂരിട്ടാകുന്നു, ജീവിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും ഫറവോ ദൈവജനത്തെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി പറഞ്ഞുവിടുന്നില്ല. ഇതെന്താ കാണിക്കുന്നറിയാമോ? നമ്മൾ എന്തെല്ലാം സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചാലും, നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചാലും മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ പറ്റില്ല. നമുക്ക് അഭിനയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മാന്യത അഭിനയിക്കാം, വിശുദ്ധി അഭിനയിക്കാം, നന്നായിട്ട് പെരുമാറാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് മാറ്റമുണ്ടാകത്തില്ല. ഉദാഹരണമായി, വാ കൊണ്ടും അധരം കൊണ്ടും പരദൂഷണം പറയാതിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ചുണ്ടുകൊണ്ടും ഹൃദയത്തിൻ്റെ നാവ് കൊണ്ടും
നമ്മൾ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും. നാവ് കൊണ്ട് നമ്മൾ മനഃപൂർവ്വം ബലം പിടിച്ച് ആരെയും വിധിക്കാതിരിക്കും. പക്ഷെ ഹൃദയത്തിൻ്റെ നാവ് കൊണ്ട് നമ്മൾ എല്ലാവരെയും വിധിച്ചു തള്ളും. പ്രിയപ്പെട്ടവരെ, പുറമേ നമ്മൾ വ്യഭിചാരം ചെയ്യാതിരിക്കും. പക്ഷെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിത്തീരും. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മുടെ കെട്ടുകൾ അഴിയും. ഇത് ദൈവം പുറപ്പാട് പുസ്തകത്തിലും വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. 9 മഹാമാരികൾ അയച്ചിട്ടും ഫറവോ ജനത്തെ വിട്ടയച്ചില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു മാർഗത്തിന് നമ്മളെ മോചിപ്പിക്കാൻ സാധ്യമല്ല. 10ാമതായിട്ട് ദൈവം പറഞ്ഞു, മോശേ, ഇന്ന് ഫറവോ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നിർബന്ധിതനായി തീരും. എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളൊരു കുഞ്ഞാടിനെ കൊല്ലണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലുകളിൽ തളിക്കണം. ഇന്ന് രാത്രിയിൽ സംഹാര ദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകും. എല്ലാ ഭവനങ്ങളിലെയും ആദ്യജാതന്മാർ വധിക്കപ്പെടും. എന്നാൽ കട്ടളക്കാലുകളിൽ രക്തം പുരണ്ടിരിക്കുന്ന ഭവനങ്ങളിലെ ആ ഭവനങ്ങളെ കാണുമ്പോൾ സംഹാരദൂതൻ മാറിപ്പോകും, കടന്നുപോകും. അവിടെ അവർക്ക് യാതൊരു അപകടവും സംഭവിക്കില്ല. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നു. ഈ കുഞ്ഞാട് ഊനമറ്റതായിരിക്കണമെന്ന് ദൈവം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ലാത്ത കുഞ്ഞാടായിരിക്കണം. അത് 1 വയസ്സെത്തിയ ഒരു ആൺകുട്ടിയായിരിക്കണം. അതിന് യാതൊരുവിധ രോഗങ്ങളോ വൈകല്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിക്കപ്പെടാൻ പാടില്ല, തകർക്കപ്പെടാൻ പാടില്ല. അതിൻ്റെ രക്തം ചിന്തപ്പെടണം. പിന്നീട് അതിനെ ചുട്ട് എല്ലാവരും കൂടി ഭക്ഷിക്കണം. ഇതാണ് ദൈവം കൊടുത്ത ഒരു വലിയ മെസ്സേജ്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത വലിയ ഒരു മുന്നറിയിപ്പ്. ഇതാണ്, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ രക്തമെടുത്ത് കട്ടളക്കാലുകളിൽ തളിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളുമായിട്ടൊരു കാര്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്നത്തെ പെസഹായ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പെസഹ അന്ന് ആചരിക്കുന്ന സമയത്ത് എല്ലാ ഇസ്രായേൽ ഭവനങ്ങളിലും ആടുകളെ ശേഖരിച്ചു. അപ്പോൾ ആടുകളുടെ കരച്ചിൽ അവിടെ കേൾക്കാമായിരുന്നു. ഈജിപ്തുകാർ ചോദിച്ചു കാണും, ഇന്ന് എന്താ ഇത്ര പ്രത്യേകത? എല്ലാ വീട്ടിലും ആടിൻ്റെ കരച്ചിൽ കേൾക്കാമല്ലോ. അന്ന് രാത്രിയായപ്പോൾ ഓരോ കുടുംബത്തിലെയും കുടുംബനാഥൻ മൂത്ത മകനെ അടുത്ത് വിളിച്ചു നിർത്തി, ഭാര്യയെ അടുത്ത് വിളിച്ചു നിർത്തി, മക്കളെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഇന്ന് നമ്മുടെ വിടുതലിൻ്റെ ദിവസമാണ്. ഇന്ന് നമ്മൾ രക്ഷ അനുഭവിക്കാൻ പോകുന്ന ദിവസമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കുഞ്ഞാടിനെ കൊല്ലുന്നതിന് മുമ്പ് 4 ദിവസത്തേക്ക് അതിനെ ഒരു ഭവനത്തിലെ പ്രത്യേക സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കണം. അഥവാ പുറത്തേക്ക് വിടാതെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തണമെന്ന് ദൈവം പറഞ്ഞു, വേർതിരിച്ച് നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസം വേർതിരിക്കപ്പെട്ട കുഞ്ഞാടിനെ അന്ന് പെസഹായിടുന്ന കുടുംബനാഥൻ പറയുകയാണ്, കൊണ്ടുവരിക, ഈ കുഞ്ഞാടിനെ കൊണ്ടുവരിക. കുഞ്ഞാടിനെ കൊണ്ടുവരുന്നു. അതിനെ ഒരു പാത്രം കൊണ്ടുവരാൻ പറയുന്നു, വലിയൊരു ബേസിൻ. ആ ബേസിൻ്റെ മുകളിൽ കുഞ്ഞാടിനെ പിടിക്കുന്നു. ഒരു വലിയ കത്തിയെടുത്ത് കുഞ്ഞാടിൻ്റെ കഴുത്തിൽ ഒരു കുത്തുന്നു. അത് ആ രക്തധമനി മുറിയുന്നു, രക്തം ചീറ്റി ഒഴുകുന്നു. അത് മുഴുവൻ ആ വലിയ ബേസിനിൽ, ആ പാത്രത്തിലേക്ക് കുടുംബനാഥൻ ശേഖരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ, ഒരു ഹിസ്സോപ്പ് കൊണ്ടുവരൂ. ആ ഹിസ്സോപ്പ് എടുത്ത് ആ രക്തം കട്ടളക്കാലുകളിൽ, വീടിൻ്റെ കട്ടളക്കാലുകളിൽ കുടുംബനാഥൻ തളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ആരും പുറത്തിറങ്ങരുത്, എല്ലാവരും ഈ ഭവനത്തിൻ്റെ അകത്തിരിക്കണം. കുടുംബനാഥൻ തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, നീ ഇതിനെ അകത്ത് കൊണ്ടുപോയി ചുട്ടെടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു അസ്ഥി പോലും ഒടിയാത്ത വിധം വേണം നീ തീയിൽ വെച്ച് അതിനെ ചുട്ടെടുക്കാൻ. ഭാര്യ വിറയ്ക്കുന്ന കൈകളോടെ ആ കുഞ്ഞാടിനെ കൊണ്ടുപോയി ശ്രദ്ധയോടെ ചുട്ടെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബനാഥൻ തൻ്റെ മൂത്ത മകൻ്റെ മുതുകത്ത് അടിമയായിരിക്കെ ചാട്ടവാറിൻ്റെ അടിയേറ്റുണ്ടായ ആ വ്രണങ്ങളിൽ തലോടിക്കൊണ്ട് പറയുന്നു, മോനെ, ഇന്ന് മുതൽ നീ അടിമയല്ല. ഇന്ന് മുതൽ നിനക്ക് അടി കൊള്ളേണ്ട കാര്യമില്ല മോനെ. ഇന്ന് മുതൽ നീ മറ്റൊരു വ്യക്തിയാണ്, നീ സ്വതന്ത്രനാണ്. നീ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ പൊന്നുമകനായി നീ മാറുകയാണ്. ഇന്ന് മുതൽ നിന്റെ പുറത്ത് ചാട്ട വയ്ക്കാൻ ആർക്കും അവകാശമില്ല. ഇന്ന് ദൈവം നമ്മളെ രക്ഷിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഞ്ഞാടിൻ്റെ രക്തമെടുത്തത് കട്ടളക്കാലുകളിൽ തളിച്ചു. പാതിരാത്രിയായി നിലവിളി ഉയരാൻ തുടങ്ങി. ഓരോ ഭവനങ്ങളിൽ നിന്നും നിലവിളി ഉയരാൻ തുടങ്ങി. എന്താണ് ആ നിലവിളി? കട്ടളക്കാലുകളിൽ രക്തം തളിക്കാത്ത ഭവനങ്ങളിലേക്ക് സംഹാരദൂതൻ കടന്നു വന്ന് ഇതാ മൂത്ത പുത്രൻ വധിക്കപ്പെടുകയാണ്, ആദ്യജാതൻ വധിക്കപ്പെടുകയാണ്. എല്ലാ വീട്ടിലും നിലവിളി ഉയരുകയാണ്, സഹിക്കാനാവാത്ത നിലവിളി. ഈ സമയത്ത് ഈ കുടുംബനാഥന്റെ വീട്ടിലെ മൂത്ത മകൻ കിടുകിടാ വിറയ്ക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, അപ്പാ, ഞാൻ ഇവിടുത്തെ മൂത്ത മകനാണ്, ഞാൻ വധിക്കപ്പെടുമോ അപ്പാ? എല്ലാ വീട്ടിലും മൂത്ത മക്കൾ വധിക്കപ്പെടുകയാണ് അപ്പാ, എനിക്ക് പേടിയാകുന്നു അപ്പാ. അപ്പാ, സംഹാരദൂതൻ എന്നെ കൊന്നുകളയുമോ അപ്പാ? ഞാൻ ഇവിടുത്തെ മൂത്ത മകനാണ്. അപ്പോൾ അപ്പൻ
മൂത്ത മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, മോനെ, നിന്നെ രക്ഷിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തമാണ്. നീ താമസിക്കുന്ന ഈ ഭവനത്തിൽ നിനക്ക് സംരക്ഷണം തരുവാൻ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലുകളിൽ തളിച്ചിരിക്കുന്നതിനാൽ സംഹാര ദൂതൻ ഇങ്ങോട്ട് കയറാൻ സാധ്യമല്ല. ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൂതൻ നടന്നു വരുന്ന ശബ്ദം അവർ കേൾക്കുകയാണ്. ദൂതന്റെ വലിയ ചിറകടി ശബ്ദം അവർ കേട്ടു. വീട്ടിന്റെ മുൻപിലൂടെ ആ ചിറക് നിവർത്തി അടിച്ച് വീശി വീശി ദൂതൻ നടന്നു പോകുമ്പോൾ മൂത്തപുത്രൻ കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദൂതൻ അല്പനേരം ഈ വീട്ടിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് അവർക്ക് മനസ്സിലായി. ചിറകടി ശബ്ദം നിന്നു. അവർക്ക് മനസ്സിലായി ദൂതൻ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ ആരും വീട്ടിന്റെ പുറത്തിറങ്ങിയില്ല. ദൂതൻ നോക്കിയത് മറ്റൊന്നുമല്ല, കട്ടളക്കാലുകളിലേക്ക് ദൂതൻ നോക്കി. രക്തമുണ്ടോ? അതാണ് ദൂതൻ അറിയേണ്ടത്. രക്തമുണ്ടോ? രക്തമുണ്ട്. സംഹാരദൂതൻ ഒരക്ഷരം മിണ്ടാതെ മുന്നോട്ട് കടന്നുപോയി. മൂത്ത പുത്രൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ആശ്വാസത്തിന്റെ ഒരു പുഞ്ചിരി അവന്റെ മുഖത്ത് വിടർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് എല്ലാവരും കൂടി കുഞ്ഞാടിനെ ഭക്ഷിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഫറവോ വിളിച്ചു പറഞ്ഞു, എല്ലാ ഇസ്രായേൽക്കാരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് എവിടെ വേണേ പൊയ്ക്കോ, ഞാൻ നിങ്ങളെ ഇന്ന് മുതൽ പിടിച്ചു വയ്ക്കുന്നില്ല. നിങ്ങൾ അടിമകളല്ല, സ്വതന്ത്രരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു, പോകുമ്പോൾ നിങ്ങളെ ഇത്രയും നാൾ പീഡിപ്പിച്ചതിൻ്റെ ഒരു കൂലി എന്നോണം ഈജിപ്റ്റ് ഭവനങ്ങളിൽ നിന്ന് ആവശ്യത്തിന് സ്വർണവും വെള്ളിയും കൂടെ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയിക്കോണം. എന്തിനാണ് ഇത് കാണിക്കുന്നത്? ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, ദൈവം നമ്മളെ രക്ഷിക്കുന്നു, അതിനുശേഷം അഭിഷേകം ചെയ്യുന്നു, അതിനുശേഷം അനുഗ്രഹിക്കുന്നു, അതിനുശേഷം ഉയർത്തുന്നു, എല്ലാ നന്മകളാലും നമ്മളെ നിറയ്ക്കുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ അടയാളം അവിടെ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ആരിലാണ് പൂർത്തിയായത്? ഇതാ നമ്മളോട് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം. അതാ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മുൻപിൽ ഇതാ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. ആ ഗർഭം ധരിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് തന്നെ. ദൈവത്തിന്റെ വചനത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം മൂലം നീ ഗർഭം ധരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രിയപ്പെട്ടവരെ, കളങ്കമില്ലാത്തവനായി യേശു ജനിക്കുകയാണ്. പിശാച് പോലും ഒരിക്കൽ യേശുവിനെ നോക്കി അലറി വിളിക്കുന്നുണ്ട്, അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ, യു ആർ ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമാണ് അവിടെ നിന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവനെ പറഞ്ഞു, ഇവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. കോടതികൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞു, അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഹെറോദസിന്റെ കോടതി വിളിച്ചു പറഞ്ഞു, അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിന്റെ കോടതി വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, ഊനമില്ലാത്ത കുഞ്ഞാട്. ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, കുഞ്ഞാടിനെ 4 ദിവസത്തേക്ക് മാറ്റി നിർത്തണമെന്ന് ദൈവം പറഞ്ഞുവെന്ന്. എന്തിനാണെന്നറിയാമോ? ശ്രദ്ധയോടെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഊനവും ഒരു കുറവും ഇല്ല എന്ന് ഒന്നുകൂടെ കുടുംബനാഥൻ വ്യക്തമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞാടിനെ 4 ദിവസം മാറ്റി നിർത്തേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ, സുവിശേഷങ്ങൾ 4 എടുത്ത് മാറി മാറി പ്രാർത്ഥനയോടെ വായിച്ചാൽ നമുക്കൊരു കാര്യം കാണാം. യേശു ക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള 4 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ദിവസത്തിലൊന്നാണ് യേശു അത്തിമരത്തെ ശപിച്ചത്. ഈ ദിവസങ്ങളിൽ ഒന്നാണ് യേശു ഫരിസേയരെ നോക്കി വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ചത്. ഈ ദിവസങ്ങളിൽ ഒന്നാണ് ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഫരിസേയൻ തള്ളപ്പെട്ട കാര്യവും പാപിയായ ചുങ്കക്കാരൻ സ്വീകരിക്കപ്പെട്ട കാര്യവും യേശു പ്രസംഗിച്ചത്. ഈ 4 ദിവസങ്ങളിൽ ഒന്നിനാണ് യേശു ചാട്ടവാറെടുത്ത് ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കിയത്. ആ 4 ദിവസങ്ങൾ ഈ യേശുവിനെ എല്ലാ കണ്ണുകളും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അന്നത്തെ യഹൂദ വംശം മുഴുവൻ അവനെ ശ്രദ്ധയോടെ നോക്കി. എന്നിട്ടാണ് അവർ വിളിച്ചു പറയുന്നത്, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ രക്തം ചിന്തപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, റോമാ പട്ടാളക്കാർ ചില കുറ്റവാളികളെ തലവെട്ടിക്കൊല്ലാറുണ്ട്. അങ്ങനെ തലവെട്ടിയാണ് യേശുവിനെ കൊന്നിരുന്നതെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, യേശുവിൻ്റെ രക്തം ചിന്തപ്പെടുമായിരുന്നു, പക്ഷേ യേശുവിൻ്റെ എല്ല് ഒടിഞ്ഞു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അത് സംഭവിക്കാൻ പാടില്ല. ചിലരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഒരു പരിപാടി റോമാക്കാർക്കുണ്ടായിരുന്നു. യേശുവിനെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരുന്നതെങ്കിൽ യേശുവിൻ്റെ രക്തം ചിന്തപ്പെടുകയില്ലായിരുന്നു. യേശുവിനെ തീയിലിട്ട് ചുട്ടു കൊന്നിരുന്നെങ്കിലും യേശുവിൻ്റെ രക്തം ചിന്തപ്പെടുകയില്ലായിരുന്നു. എന്തൊക്കെ സംഭവിക്കണം? രക്തം ചിന്തപ്പെടണം, മാംസം തിന്നണം, എല്ലുകളിൽ ഒന്നുപോലും ഒടിക്കപ്പെടാൻ പാടില്ല. അതിനൊരൊറ്റ മാർഗമാണ് നമ്മൾ കാണുന്നത്. റോമ ഗവൺമെന്റ് അന്ന് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന
കുരിശുമരണം. യേശുവിനെ കുരിശുമരണത്തിന് വിധിക്കുന്നതിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനും ഹവ്വയ്ക്കും തോലുകൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി കൊടുത്തുകൊണ്ട് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ യേശു ക്രിസ്തു, പൊന്നോമന പുത്രൻ, ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ. ഓ വണ്ടർഫുൾ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, യേശു എന്ന നാമം പറയുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്നു. യേശു എന്ന നാമം പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ തങ്കപ്രാവ് ചിറകടിക്കുന്നു. യേശു എന്ന നാമം പറയുമ്പോൾ മാലാഖമാർ നൃത്തം ചെയ്ത് ആരാധന ഉയർത്തുന്നു. യേശു എന്ന നാമം പറയുമ്പോൾ പിശാചുക്കൾ ഭയന്ന് വിറയ്ക്കുന്നു. യേശു എന്ന നാമം പറയുമ്പോൾ നരകത്തിൽ ഒരു വലിയ ഞെട്ടലുണ്ടാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ യേശുവിൻ്റെ കുരിശുമരണം സംഭവിക്കുകയാണ്. നമുക്കൊരു കാര്യം കൂടെ അറിയാമോ? ബൈബിൾ വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിയതിനു ശേഷം ഒരിക്കൽ പോലും അവരുടെ വീട്ടിൻ്റെ അകത്ത് വെച്ച് കുഞ്ഞാടിനെ അവർ കൊന്നിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വേണം നിങ്ങൾ കുഞ്ഞാടിനെ കൊല്ലുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അവർക്ക് വീട്ടിൽ വെച്ച് കുഞ്ഞാടിനെ കൊല്ലാൻ പറ്റിയിരുന്നില്ല. ഇതാ നമ്മൾ കാണുകയാണ്, പാളയത്തിന് പുറത്തു കൊണ്ടുപോയാണ് യേശു ക്രിസ്തുവിനെ അവർ കുരിശിൽ വധിക്കുന്നത്. എന്താണ് കുഞ്ഞാടിനെ തീയിൽ ചുട്ടെടുക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവുമായിട്ട് അത് എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. തീയിൽ ചുട്ടെടുക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന തീവ്രമായ വേദന കുഞ്ഞാട് സഹിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, തലവെട്ടിക്കൊന്നാൽ 1 സെക്കൻഡ് കൊണ്ട് വേദന തീരും. കഴുത്ത് ഞെരിച്ച് കൊന്നാലും ഒരു 5 മിനിറ്റ് കൊണ്ട് തീരും. തലയ്ക്കടിച്ച് കൊന്നാലും ഒരു 3 മിനിറ്റ് കൊണ്ട് തീരും. എന്നാൽ കുരിശുമരണമോ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നു. കുഞ്ഞാടിനെ തീയിലിട്ട് ചുട്ടെടുക്കണമെന്ന് പറയുന്നത് സഹനത്തിൻ്റെ തീച്ചൂളയിൽ ചുട്ടെടുക്കണം. യേശു ക്രിസ്തു സൂര്യൻ്റെ നട്ടുച്ച സൂര്യൻ്റെ വെയിലേറ്റ് മണിക്കൂറുകളോളം നമുക്ക് വേണ്ടി വേദന സഹിച്ച് തീവ്ര വേദനയാൽ പിടയുമ്പോൾ ബൈബിൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷകൻ കുഞ്ഞാട് യേശു ക്രിസ്തു തന്നെയാണെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നു, നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരും. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ യേശുവിനെ ഉള്ളിലാക്കിയാൽ മാത്രമേ രക്ഷ അനുഭവിക്കാൻ സാധിക്കൂ. കുഞ്ഞാടിനെ കൊന്ന് രക്തം എടുത്തു വെച്ചാൽ പോരാ, ആ രക്തം പാത്രത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, ആ രക്തം കട്ടളക്കാലുകളിൽ തളിച്ചാൽ മാത്രമേ ആ ഭവനത്തിന് രക്ഷയുള്ളൂ, സംഹാരദൂതൻ ഉപദ്രവിക്കാതിരിക്കത്തുള്ളൂ. ഇതുപോലെ കാൽവരിയിൽ യേശു ക്രിസ്തു മരിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ആ രക്തത്തെ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ കട്ടളക്കാലുകളിൽ ഞാൻ വിശ്വാസത്തോടുകൂടി തളിക്കുമ്പോഴാണ് സാത്താന് എന്നെ തൊടാതിരിക്കാനായിട്ട് സാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ആ രക്തം വിശ്വാസത്തോടെ കുടുംബനാഥനെടുത്ത് തളിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് കുടുംബനാഥൻ വിശ്വാസത്തോടെ രക്തമെടുത്ത് കട്ടളക്കാലിൽ തളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അന്ന് വിടിവിക്കപ്പെട്ടതുപോലെ, രക്ഷപ്പെട്ടതുപോലെ ഇന്ന് ഒരു കുടുംബനാഥ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളെ പോലും അത് സ്പർശിക്കുന്നു. നമ്മുടെ മക്കളെ എവിടെ വെച്ചെങ്കിലും ദൈവം പിടിക്കുന്നു, അവരെ ദൈവം അഭിഷേകം ചെയ്യുന്നു. മുഴുവൻ വ്യക്തികളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കാം. ഈ രക്ഷ അനുഭവിക്കാൻ ദൈവം നമ്മളെ സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ്. പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൽ യേശുവിനോടൊപ്പം കിടന്ന 2 കള്ളന്മാരുടെയും കാലുകൾ അന്ന് സാപത്തായതിനാൽ റോമ പട്ടാളക്കാർ വന്ന് വലിയ ഇരുമ്പ് പടി കൊണ്ട് തല്ലി ഒടിക്കുകയാണ്. അവർ വേഗം മരിച്ചു കിട്ടുന്നതിന് വേണ്ടി. എന്നാൽ യേശുവിൻ്റെ കാലുകൾ തല്ലി ഒടിക്കാൻ അടുത്ത് വന്നപ്പോൾ യേശു മരിച്ചു കഴിഞ്ഞിരുന്നു. കാരണം തലേ ദിവസത്തെ ചാട്ടവാറടി തന്നെ യേശുവിന് ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടാക്കിയായിരുന്നു. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ ഗബ്ബാത്ത കൽത്തളത്തിൽ യേശു ഒരുപാട് രക്തം ചിന്തി. അതുകൊണ്ട് മറ്റു കുറ്റവാളികളെക്കാൾ മുമ്പേ തന്നെ യേശു ബ്ലീഡിംഗ് മൂലം മരിച്ചിരുന്നു. അതിനാൽ യേശുവിൻ്റെ കാലുകൾ അവർ ഒടിച്ചില്ല. ദൈവവചനം നിവൃത്തിയായി. കുഞ്ഞാടിൻ്റെ അസ്ഥികൾ ഒന്നുപോലും തകർക്കപ്പെടരുത്. ഈ കുഞ്ഞാടിനെ നമ്മൾ ഉള്ളിലാക്കുമോ? ഈ കുഞ്ഞാടിനെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ രാജ്യത്തിലോ പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് കൾച്ചറിൽ പെട്ട വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന് തീവ്ര വേദന സഹിച്ച ഒരു യേശു എനിക്കും നിങ്ങൾക്കുമുണ്ട്. യേശുവിന് ഹൃദയം തുറന്നു കൊടുക്കുമോ? Behold, I knock at the door of your heart. If you open it, I will come and dine with you. ഇതാ നിന്റെ ഹൃദയത്തിന്റെ
കവാടത്തെങ്കിൽ ഈ കുഞ്ഞാട് മുട്ടി വിളിക്കുന്നു, യേശുവേ എനിക്ക് നിന്നെ വേണമെന്നൊന്ന് പറയുമോ? യേശുവേ ഇതാ എൻ്റെ ഹൃദയം ഞാൻ തുറന്നു തരുന്നു, വരണമേ കർത്താവേ. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ അങ്ങേക്ക് തുറന്നു തരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കണമേ, ആധിപത്യം ഏറ്റെടുക്കണമേ, കർത്താവായി ഭരണം നടത്തണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന.